വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു വീക്ക്ലി ഹെയർ കെയർ റൂട്ടീനാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഓയിലാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. സോൾഫ്ലവർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ റോസ്മേരി ഓയിലാണ് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ചേഞ്ചസ് ഉണ്ട്. മുടി കൊഴിച്ചിൽ പൂർണ്ണമായി മാറിയെന്ന് പറയത്തില്ല, പക്ഷേ ഗ്രോത്ത് നല്ല രീതിക്കുണ്ട്. അപ്പം ഈ എണ്ണ കുറച്ച് കൺസിസ്റ്റൻസി കുറച്ച് കട്ടിയുള്ളതാണ്, എന്നാലും കുഴപ്പമില്ല. നമ്മൾ വാഷ് ചെയ്ത് കളയും ഇത് ഓൾറെഡി നമ്മളൊരു 2 hours ഇട്ടതിന് ശേഷം. അപ്പം മെയിനായിട്ട് നമ്മുടെ ഹെയർ കെയർ റൂട്ടീനിൽ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു മസാജാണ്. അതിൽ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഡൗൺവേർഡിൽ നമ്മുടെ മുടി ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഹെയറിൽ കുറച്ച് നേരം ഇട്ടതിന് ശേഷം ആദ്യം ഞാൻ ചെറിയ രീതിയിലൊന്ന് വെള്ളം നനച്ച് കൊടുത്തിട്ട് ഒരു ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഹെയർ മാസ്ക് ഇട്ടതിന് ശേഷം എൻ്റെ മുടി കുറച്ചുകൂടെ ഒന്ന് സ്മൂത്ത് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി എൻ്റെ മുടി കെമിക്കലി ട്രീറ്റഡ് ആയിരുന്നു. അപ്പോൾ ഈ ചെറിയ ചെറിയ മുടി വളർന്നു വരുന്നതിനനുസരിച്ച് പഴയ ഹെയർ ആവാറുണ്ട്. പക്ഷേ ഈ ഒരു സാധനം ഇട്ടതിന് ശേഷം അതും സ്മൂത്തായിട്ടാണ് വന്ന് തുടങ്ങിയത്. അതിനുശേഷം ഒരു 5 മിനിറ്റ് അത് ഹെയർ പ്ലേസ് ചെയ്തതിന് ശേഷം നോർമലി ഒരു ഷാമ്പു ഇടുക. നിങ്ങളുടെ ഹെയറിന് അനുയോജ്യമായിട്ടുള്ളൊരു ഷാമ്പു ഇട്ടിട്ട് കഴുകി കളയുക. അപ്പോൾ ഷാമ്പു ഇടുമ്പോഴത്തേക്ക് ഞാനൊരു ഹെയർ മസാജർ യൂസ് ചെയ്ത് നല്ല രീതിയിൽ കോംബ് ചെയ്ത് ക്ലീൻ ചെയ്യുന്നുണ്ട് സ്കാൽപ്പ്. എന്നിട്ടാണ് അതൊന്ന് കഴുകി കളയുന്നത്. എന്നിട്ട് കണ്ടീഷണർ എടുക്കും. കണ്ടീഷണർ എടുത്ത് 2 സൈഡിൽ മുടി ഇട്ടിട്ട് എല്ലായിടത്തും ഈവൻലി അപ്ലൈ ചെയ്ത് കൊടുക്കും. എന്നിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കും. എല്ലാ പ്രൊഡക്റ്റും ഒരേപോലെ എല്ലാ സ്ഥലത്തും എത്താൻ വേണ്ടിയിട്ടാണ് കണ്ടീഷണർ ഇട്ടതിന് ശേഷം ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ കണ്ടീഷണറും കുറച്ച് നേരം ഹെയറിൽ പ്ലേസ് ചെയ്തിട്ട് നോർമൽ വാട്ടറിൽ കഴുകി കളയുക. ഹെയർ കെയർ റൂട്ടീൻ ഇത്രയേ ഉള്ളൂ. ഈ ഒരു റൂട്ടീൻ കണ്ടിന്യൂ ചെയ്തതിന് ശേഷം ഒരുപാട് ചേഞ്ചസ് എൻ്റെ മുടിയിലുണ്ട്. അപ്പോൾ എല്ലാവരും വീക്ക്ലി ഒരു ഹെയർ കെയർ റൂട്ടീൻ നിങ്ങളും കൂടെ പാലിച്ച് നോക്കൂ. ഇങ്ങനെ കുറേ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.